CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കക്കാട് പള്ളിപ്പെരുന്നാൾ കാണാനെത്തിയ യുവാക്കളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് തിരുവത്ര AC ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC സറൂഖിനെ കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്ന് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അറിയിച്ചു. സറൂഖിനെതിരെ കൊല്ലപ്പെട്ട AC ഹനീഫയുടെ ഭാര്യ KPCC നേതൃത്വത്തിൽ പരാതി നൽകി. വാഹന ഗതാഗതത്തിന് തടസ്സമാണെന്നും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യമുണ്ടെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുത്തിക്കാട് പ്രവർത്തിച്ചിരുന്ന അനധികൃത ഭക്ഷണ വിൽപ്പന കേന്ദ്രം കുന്നംകുളം നഗരസഭാധികൃതർ പൊളിച്ചു നീക്കി. തിരുത്തിക്കാട് തുറക്കുളം റോഡിൽ പ്രവർത്തിച്ചിരുന്ന തട്ടുകടയാണ് പൊതുജനാരോഗ്യ വിഭാഗം പോലീസ് സഹായത്തോടെ പൊളിച്ചു നീക്കിയത്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. ജാതിമത ഭേദമന്യേയുള്ള വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭഗവതി സന്നിധിയിൽ ദേശവിളക്കും അന്നദാനവും നടന്നത്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് എഴുന്നള്ളിപ്പിന് ഒറ്റപ്പിലാവ് സൌഹൃദ കൂട്ടായ്മ നൽകിയ സ്വീകരണം മതസൌഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിനാണ് ഒറ്റപ്പിലാവ് നൂറുസലാം ജുമാ മസ്ജിദിനു മുന്നിൽ സ്വീകരണം നൽകിയത്. കുന്നംകുളം മേഖലകളിലെ പള്ളിപ്പെരുന്നാളുകളിലും പൂരങ്ങളിലും ഉത്സവപ്രേമികളുടെ ആവേശമായ രാജു തെക്കേപ്പുറം ചെണ്ടമേളത്തിൽ 3.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. മേളപ്പെരുക്കത്തിലെ പാടവത്തിനപ്പുറം വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ് രാജു. എരുമപ്പെട്ടി മങ്ങാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ഗുരുവായൂർ മണ്ഡലം SDPIയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സമിതി ചാവക്കാട് ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന എയ്ഡ്സ് ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. മലർവാടി ബാലസംഘം കുന്നംകുളം ഏരിയ മഴവില്ല് എന്ന പേരിൽ ചിത്രരചനാ മത്സരം നടത്തി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരനും ഗണിതശാസ്ത്ര അധ്യാപകനുമായ തുളസിദാസ് ചിത്രം വരച്ച് നിർവഹിച്ചു. ഡിസംബർ 1 KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് BJP ബ്ലാങ്ങാട് 148 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും കൊടിമരം സ്ഥാപിക്കലും നടത്തി. കുന്നംകുളം കഥാ ക്ലബ് കൂട്ടായ്മയുടെ വാർഷികോത്സവം ഡിസംബർ 8 ഞായറാഴ്ച ബദനി ഇംഗ്ലീഷ് സ്കൂൾ ക്യാമ്പസിലെ കോളേജ് സെമിനാർ ഹാളിൽ നടക്കും. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കെ ഡിസംബർ 1 കൊല ചെയ്യപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനം ആചരിച്ചു. BJP അയ്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്നൂർ സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മുഴുവൻ വിളക്ക് അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ നടന്നു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നടക്കുന്ന IPH പുസ്തകമേളയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഹല്യ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 1 KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കുന്നംകുളം നഗരസഭയിലെ 10ാം വാർഡിൽ പൊർക്കളയങ്ങാട് വീട്ടിൽ സന്തോഷിനായി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ചികിത്സാ ധനസഹായം കുടുംബത്തിന് കൈമാറി. പുന്നയൂർ കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലമാസ ദിനാചരണത്തിന്റെ ഭാഗമായി കന്ദപുരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി. പുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ UN അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുന്നയൂർകുളത്ത് സംഘടിപ്പിച്ച നേർപ്പദം ആദർശ സംഗമം ആവശ്യപ്പെട്ടു. മണ്ഡലാംകുന്ന് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സെൻസസ് 2025ന്റെ ഭാഗമായി സ്ഥിതി വിവരക്കണക്ക് ശേഖരണം തുടങ്ങി. തലക്കോട്ടുകര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. എയ്ഡ്സ് രോഗികളെ തൃശൂരിൽ ആദ്യമായി ശുശ്രൂഷിച്ച് മാതൃകയായ പെരിങ്ങണ്ടൂർ പീസ് ഹോം മുൻ ഡയറക്ടറും തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനുമായ ഫാദർ വർഗീസ് പാലത്തിങ്കലിനെ NCC കേഡറ്റുകൾ ആദരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് ദൈവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി KLM എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനായിരുന്ന പ്രൊഫസർ PS നാരായണൻ അനുസ്മരണ സമ്മേളനം കിരാലൂർ സൌഹൃദ ആരാമത്തിൽ നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.